1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ RSS സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. RSSൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ 353 സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു. പേജ് 67 ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് RSS പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ IB മേധാവിയായിരുന്ന TV രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1984 തെരഞ്ഞെടുപ്പിന് മുൻപ് RSS നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ജാതിയിലോ മതത്തിലോ അല്ല, മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം.